لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. محمدا سيد الكونين والثقلين والفريقين من غرب ومن عجم، هو الحبيب الذي ترجى شفاعته لكل حول من الأحوال مقتحم. وعلى أمة سيدنا ومولانا محمد. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. എൻ്റെ പ്രിയപ്പെട്ടുള്ള ഉസ്താദുമാരെ, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പിഞ്ചോമന കുട്ടികളെ, ഇവിടെ മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഞാൻ ഒന്ന് രണ്ട് വാക്ക് മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം നഫ്സിന് വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങളോട് എന്തെങ്കിലും നസീഹത്ത് പറയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഒന്ന് രണ്ട് വാക്ക്, എനിക്കറിയുന്ന രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ നിർത്താം. എന്താണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞത്? യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഓ മനുഷ്യ സമുദായമേ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓ മനുഷ്യ സമുദായമേ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ ഗോത്രങ്ങളെയും വർഗങ്ങളുമാക്കി വേർതിരിച്ചത് അത് പരസ്പരം തിരിച്ചറിയാൻ മാത്രമാണെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്നു. അത് മാത്രമല്ല, ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയാൻ മാത്രമാണ്. നിശ്ചയം ദൈവത്തികളിൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുമ്പോൾ ഞങ്ങൾ അല്പം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുൽ കിറാമിലേക്കും താബിഈങ്ങളിലേക്കും പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്താണ് ഇന്ന് പഠിപ്പിച്ചു കൊടുത്തതിന് പ്രിയമുള്ളവരെ? ഇന്ന് ഇവിടെ എന്ന് മാത്രമല്ല, ലോകത്ത് മുഴുവനും പല പല വിഭാഗക്കാരുണ്ടാകാം, അഥവാ ക്രിസ്ത്യാനികൾ ഉണ്ടാകാം, അഥവാ അമുസ്ലിമുകൾ ഉണ്ടാകാം, പലരും പല ജാതി മതസ്ഥരും ഉണ്ടാകാം. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുൽ കിറാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ഇന്ന് ഇവിടെ ലോകത്തിൽ അമുസ്ലിമുകൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടിയും സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ക്രിസ്ത്യാനികൾ തങ്ങളുടെ പ്രവാചകരെ കുറിച്ച് അതിര് കവിഞ്ഞ് വാദിച്ചതുപോലെ നിങ്ങൾ ചെയ്യരുത്. പുണ്യ റസൂലിനെ യഥേഷ്ടം പുകഴ്ത്തുക, അതിന് ദൃഢത പാലിക്കുകയും ചെയ്യുക എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്തത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമുകളുടെ ഒരു നേതാവോ ഒരു പ്രവാചകനോ ആയിട്ടില്ല, മറിച്ച് ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹീതനായ ഒരു പുണ്യപുരുഷനാണ്. അവിടുത്തെ സ്വഹാബത്തുൽ കിറാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഇൽമിനെ പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഇൽമു പഠിപ്പിച്ചു കൊടുത്തത്? സ്വഹാബത്തുൽ കിറാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വസ്ത്രത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെളുത്ത വസ്ത്രം ധരിക്കുക, അത് ഏറ്റവും സുന്നത്താണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഉദാഹരണം പറയുകയാണ്. ഇങ്ങനെ ഓരോ ഇൽമുകളെ പഠിപ്പിച്ചു കൊടുത്തു. അത് അവിടെയുള്ള സ്വഹാബത്തുൽ കിറാമിലേക്കും പഠിപ്പിച്ചു കൊടുത്തു. താബിഈങ്ങളിലേക്ക്, സ്വഹാബത്തുൽ കിറാം, താബിഈങ്ങളിലേക്ക്, താബിയിലേക്ക്, ഇങ്ങനെ ഉലമാക്കളിലേക്ക്, പണ്ഡിതന്മാരിലേക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ, മാത്രമല്ല ഇവിടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈമാൻ പൂർണ്ണമാണോ എന്നതാണ് ശരി. ഞങ്ങൾക്കുള്ള ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഞങ്ങൾ സ്നേഹിക്കേണ്ടവരാണ്. ഏത് നിലയിലെന്ന് വെച്ചാൽ, ഞങ്ങളെ മാതാപിതാക്കളെക്കാളും ഞങ്ങളെ ഭാര്യ മക്കളെക്കാളും ഏറ്റവും സ്നേഹിക്കേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മാത്രമല്ല പലരും ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാകാം, അഥവാ ബിസിനസ് ചെയ്യുന്ന ആളുകളാകാം. ഏത് നിലയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ, അതിനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നിങ്ങൾ നീതി പുലർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ഏത് മതത്തിലാണ് പഠിപ്പിച്ചു തരുന്നത്? ഒരിക്കലും ഏത് മതത്തിലും പഠിപ്പിച്ചു തരുന്നില്ല. ഇസ്ലാം മതത്തിൽ മാത്രമാണ് നിങ്ങൾ വിളിക്കുമ്പോഴും വാങ്ങുമ്പോഴും നീതി പാലിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് നീതി പഠിപ്പിച്ചു തന്നിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അത് മാത്രമല്ല ഞങ്ങളെല്ലാവരും കൽബ് ശുദ്ധിയാക്കുന്നവരാകണം.
ഇന്ന ഫിൽ ജസദി മുൽഗ വഇദാ സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ഞങ്ങൾക്കുള്ള ശരീരത്തിൽ ഒരു മാംസഖണ്ഡം എന്നുള്ളതുണ്ട്. അതെങ്ങാനും നന്നായി കഴിഞ്ഞാൽ അവരുടെ ശരീരം മുഴുവനും നന്നായി പോയി. ഞങ്ങൾക്കുള്ള ശരീരത്തിലുള്ള മാംസഖണ്ഡം ചീത്തയായി പോയാൽ അവരുടെ ശരീരം മുഴുവനും ചീത്തയായി പോയി. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തിരിയുന്നവരാകണം. ഏത് നിലയിൽ ദിക്റും അതുപോലെ തന്നെ സ്വലാത്തും പരിശുദ്ധ ഖുർആനും ഹദീസും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടവരാണ്. അല്ലാഹുവിലേക്ക് തിരിയണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെയുള്ള മജ്ലിസിൽ ദിക്റും സ്വലാത്ത് പറയുന്ന സമയത്ത് നല്ല ഇഖ്ലാസോടുകൂടെ ദിക്റും സ്വലാത്ത് പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ദിക്ർ പറയുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർത്ത് ഞങ്ങൾ ആഖിറത്തിൽ ഒരു പ്രതിഫലം നൽകണം എന്നുള്ള നിലയിൽ ദിക്ർ പറഞ്ഞാൽ മാത്രമേ അത് പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, അതല്ലാതെ കണ്ട് ഇന്നുള്ളൊരു ജീവിതം എന്നുള്ളത് ലോകത്തിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുനിയാവി എന്നുള്ളത് ശാശ്വതമല്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ വല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫീതനാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചില അടിമകൾ ഉണ്ടായിരുന്നു. അവർ ഈ ദുനിയാവിൽ നല്ല നിലയിൽ സമ്പാദിച്ചുകൊണ്ട് നല്ല നിലയിൽ അമലുകളും ഖുർആനും ഇങ്ങനെയുള്ള ദിക്റും സ്വലാത്തും ചൊല്ലി ആഖിറത്തിലേക്ക് യാത്ര ചെയ്ത ആളുകളാണ്. ആരാണ് അമ്പിയാക്കൾ, ആരാണ് ഔലിയാക്കൾ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ മുഅ്മിനീങ്ങൾ. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഹിദായത്ത് വേണം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഹിദായത്ത് സിദ്ധിച്ചാൽ മാത്രമേ ഹിദായത്തുള്ളവരാവുകയുള്ളൂ. അതല്ലാതെ കണ്ട് ഹിദായത്ത് ഇല്ലാത്തവർക്ക് ഒരിക്കലും അത് സാധ്യമില്ല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മഹാന്മാരെ ഒരിക്കലും ഞങ്ങൾ ഔലിയാക്കന്മാരെ ഞങ്ങൾ ഒരിക്കലും നിഷേധിക്കാനോ അഥവാ അവർ ഞങ്ങൾ എല്ലാ ജീവിതം സിയാറത്തും അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് അതെല്ലാം ഞങ്ങൾ മുഴുവനും ചെയ്യുന്നവരാകണം. എന്റെ പ്രിയമുള്ളവരെ, മാത്രമല്ല ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ വല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫീതനാ നലറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ ജഅലൂഹാ ലുജ്ജതൻ വത്തഖദു സ്വാലിയൽ അമാലു ഫീഹാ സുഫുനാ. റിയാദു സ്വാലിഹിൽ കാണാം. എന്റെ പ്രിയമുള്ളവരെ, എന്താണ് ഇതിന്റെ അർത്ഥം? മഹാന്മാർ അല്ലാഹുവിലേക്ക് ചില അടിമകൾ നല്ല നിലയിൽ അമൽ ചെയ്ത് അവർ കപ്പലാക്കി സഞ്ചരിച്ചു എന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിനെ അവർ തലാഖ് ചെയ്തു പോയി. എന്താണ് ദുനിയാവ് എന്നുള്ളത്? ശാശ്വതമല്ല. നമ്മൾ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് ഇന്ന് സൂക്ഷ്മത പാലിക്കുന്ന ആളുകളിൽ എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാർ പണ്ടുള്ളതായ മഹാന്മാർ ഒരുപാട് സൂക്ഷ്മതയുള്ള ആളുകളായിരുന്നു. ഇന്ന് അത് ഒരിക്കലും സൂക്ഷ്മത എന്നുള്ളത് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം, ഞങ്ങൾ ഇന്ന് ഇസ്ലാമിൽ ഏത് നിലയിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ദീനിന്റെ കാര്യങ്ങൾ, അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ ദീനിൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞത് ഞങ്ങൾ സൃഷ്ടിച്ചത് അവർക്ക് ആരാധിക്കാനല്ലാണ്ട് വേറെ ഒന്നിനുമല്ല. എന്റെ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിലുള്ള ആരാധന ഇന്ന് അവനക്ക് ഞങ്ങൾക്ക് നിർബന്ധാക്കപ്പെട്ടത് ഫർലാക്കപ്പെട്ടത് ഞങ്ങൾ ഒന്ന് വീടുന്നവരാകണം. ഫർലാക്കപ്പെട്ട ഒന്നിനെ ഞങ്ങൾ വീടുന്നവരാകണം. അത് നിർബന്ധമായതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും ഞങ്ങൾ ഈ ദുനിയാവിൽ നിസ്കരിച്ചില്ല എന്ന് കണ്ടാൽ ആഖിറത്തിൽ വിജയിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അവരവരുടെ ശരീരത്തിൽ അവരവർക്ക് കൽപ്പിക്കപ്പെട്ടതായ ഒരു കാര്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഹവാക്കാതെ കൃത്യമായി 5 വക്ത നമസ്കാരം നിർവഹിക്കുന്നവരാകണം. എന്റെ പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്റെ ശരീരത്തിനോടും പറയാനുള്ളത്, യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് അത് മാത്രം ദുനിയാവിൽ ജീവിക്കുക. അവൻ എന്താണോ കൽപ്പിച്ചത് അത് ഞങ്ങൾ പ്രവർത്തിക്കുക. അവൻ എന്താണോ വിരോധിച്ചത് അത് ഞങ്ങൾ ഒരിക്കലും അത് ചെയ്തുകൂടാ. എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു യുവാവ് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഞാൻ ജീവിതത്തിൽ ചെയ്യാം. ഒരു കാര്യം എനിക്ക് റസൂലുള്ളാഹിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഞാൻ നമസ്കരിക്കാം, ഞാൻ സ്വലാത്ത് പറയാം, പക്ഷേ എന്താണോ ഈ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്യാം. എനിക്ക് ഒരു കാര്യത്തിന് നിങ്ങൾ വിട്ടുതരണം. ഏതാണ് ഒരു കാര്യം? സിനാ ചെയ്യാൻ, വ്യഭിചരിക്കാൻ എനിക്കൊന്ന് പെർമിഷൻ തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു യുവാവ് പോയി ചോദിച്ചപ്പോൾ ഇവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മറുപടി ഏത് നിലയിലാണ്? എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അവിടെ ഇന്ന് ഡോക്ടർമാര് അവർ നല്ല നിലയിൽ ശരീരത്തിലേക്ക്
അവിടെ മരുന്ന് തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിലേക്കുള്ള മരുന്ന് ഏത് നിലയിലാണ് കൊടുത്തതെന്ന് അറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അവിടത്തുള്ള യുവാവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ സ്വന്തം ഉമ്മാനെ വ്യഭിചരിപ്പിച്ചാൽ നിനക്ക് എന്താകും, നിന്റെ മനസ്സ് എന്തായി പോകും എന്ന് ചോദിച്ചപ്പോൾ, ഇത് പാടില്ല, എന്റെ ഉമ്മയാണ് എന്നുള്ള നിലയിൽ അവിടെയാണ് അതേ നിലയിൽ നിന്റെ അതേപോലെ തന്നെ നിന്റെ സ്വന്തക്കാരത്തിയെ അഥവാ നിന്റെ ഉഖ്തിയെ എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരിയെ വ്യഭിചരിപ്പിച്ചാൽ ഏത് നിലയിൽ നിന്റെ മനസ്സ് എന്തായി പോകും അവിടെ നിന്ന് ചോദ്യം ചോദിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ദീന പ്രബോധനം ചെയ്തു കൊടുക്കുന്നത് അത് ഒരിക്കലും പാടില്ല. ലാ തഖ്റബു സിനാ, പരിശുദ്ധ ഖുർആനെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനെ അവിടെ ഉത്ബോധിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സിനയിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ യുവാവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും അത് പാടില്ല. അതുപോലത്തെ എന്തെല്ലാം കാര്യങ്ങൾ വിരോധിച്ച കാര്യങ്ങൾ ഒരിക്കലും ചെയ്തു കൂടേണ്ട പ്രിയമുള്ളവരെ ഞങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം സ്വഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത്, ഏത് നിലയിലെല്ലാം സ്വഹാബത്തിലേക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അത് മാത്രം ഞങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടവരാകണം. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ചെറിയൊരു ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്താം. ഒരിക്കൽ സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുയായികളും ഇങ്ങനെ നീണ്ട യാത്രയിലേക്ക് പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുയായികളും യാത്ര ചെയ്തു കൊണ്ടുപോകുന്ന സമയത്തിൽ സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹുവിനും അവിടുത്തെ അനുയായികൾക്കും ഒരു ദാഹം തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ ദാഹം തുടങ്ങിയതായ സമയത്തിൽ സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുയായികളും ഒന്നും കുടിക്കാനൊന്നും കിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ അല്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയതായ ഒരു കിണറിനെ കാണാൻ സാധിച്ചു. എന്റെ പ്രിയമുള്ളവരെ, ആ കിണറിൽ നോക്കുമ്പോൾ വളരെ താഴോട്ടാണ് വെള്ളം, പക്ഷേ മുകളിൽ വെള്ളം കാണാൻ സാധിച്ചില്ല. പക്ഷേ ആ ദാഹിക്കുന്നതായ സമയത്തിൽ വെള്ളം കുടിക്കാൻ ഒരു കയറും ഉണ്ടായിരുന്നില്ല, അഥവാ ഒരു പാത്രവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതായ സമയത്തിൽ സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹുവിന് അല്പം കുറച്ചങ്ങ് മുന്നോട്ട് നടക്കുന്ന സമയത്തിൽ ഒരു ചെറിയതായ ഒരു പെൺകിടാവിനെ കാണാൻ സാധിച്ചു. അങ്ങനെ ആ പെൺകിടാവ് ആ കിണറിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അതാ ആ പെൺകിടാവ് കിണറിലേക്ക് തുപ്പുനീര് തുപ്പുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതേ സമയത്തിൽ തുപ്പിയതായ സമയത്തിൽ വെള്ളം മുകളോട്ട് പൊങ്ങി വരികയാണ്. അതേ സമയത്തിൽ സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുയായികളും ദാഹം തീർക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദാഹം തീർത്തതിന്റെ ശേഷം ആ പിഞ്ചോവനതായ പെൺകുട്ടിയോട് ചോദിക്കുന്നു, നിന്റെ നാക്കിലേക്ക് നിന്റെ തുപ്പിയിലേക്ക് ഇത്ര ഒരു പവർ ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ആ പെൺകിടാവ് പറയുന്നു, ഞാൻ ദിവസം ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ദിവസവും ഞാൻ സ്വലാത്ത് പറയുന്നതായിരുന്നു. എൻ്റെ ഒരു ദായിമയായി ഞാൻ സ്വലാത്ത് പറയും. ആ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് തക്കതായ ഒരു അല്ലാഹു പവർ ഈ തുപ്പിനിലേക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ തങ്ങൾ എത്രമാത്രം പ്രിയമുള്ളവരെ ഏത് നിലയിലാണ് ആകാശത്തിൽ ഉയർത്തിപ്പെട്ടത്. എന്റെ പ്രിയമുള്ളവരെ, ഇതെല്ലാം മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഈ ദുനിയാവ് എന്നുള്ളത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം സ്നേഹിക്കേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾക്കും ഇന്ന് അമുസ്ലിമുകൾക്ക് പോലും അവർ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള എന്തെല്ലാം പഠിപ്പിച്ചു തന്നു അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഇവിടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈമാൻ പൂർണ്ണമാണോ എന്നതാണ് ശരി. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുള്ളവനാണെങ്കിൽ ഒരിക്കലും തെറ്റിലേക്ക് പോവുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തരം അവസരം